ഗൈസ്, ഇന്ന് നമ്മളൊരു അടിപൊളി മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഒറ്റയ്ക്കിരിക്കുന്നവൻ്റെ മീൻകറി പാചകം, അതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതുണ്ടാക്കാനുള്ള പാത്രം. അത് മൺചട്ടിയാവാം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ അലുമിനിയം പാത്രമാവാം, സ്റ്റീൽ പാത്രമാവാം, എന്തും ആവാം. എൻ്റെ കയ്യിൽ മൺചട്ടി ഉള്ളത് കൊണ്ട് ഞാൻ മൺചട്ടി എടുക്കുന്നു. അപ്പോൾ ഗൈസ്, വെൽക്കം ടു ദ ഒറ്റയ്ക്ക് താമസിക്കുന്നവൻ്റെ അയിലക്കറി വ്ളോഗ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് എൻജോയ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അയിലക്കറി ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെടുത്തിട്ട് വരാം. ആദ്യമായി ഇതിലുണ്ടല്ലേ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി എന്നിവ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ്, പ്രധാനമായിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് മീൻകറിക്ക് ആവശ്യമായ അയില. ചെറിയ അയിലയാണ്, ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചെരിച്ച് കഴിഞ്ഞാൽ താഴെ മറിഞ്ഞു. ഒറ്റയ്ക്കാണ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് ബീറോളും മറ്റുള്ളതൊന്നും ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ടേക്ക് ദ കത്തി, കട്ട് ദ തക്കാളി. തക്കാളി ചെറുതായി അരിഞ്ഞെടുക്കണം. നമ്മൾ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, അപ്പോൾ അതിൻ്റേതായ സ്പീഡ് നമ്മുടെ കട്ടിങ്ങിൽ നിങ്ങൾക്ക് കാണാം. ഇതേ രീതിയിൽ ചെറുതായി അരിഞ്ഞെടുക്കുക. അപ്പോൾ തക്കാളി ഞങ്ങൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി, ഓണിയൻ, വെങ്കായം എങ്ങനെയൊക്കെ പറയുന്ന ഈ സാധനം നേരത്തെ തക്കാളി കട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ നീളത്തിൽ 4 പീസ്, അതിനുശേഷം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇതേ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് മുറിക്കാനുള്ളത് പച്ചമുളകാണ്, അതുപോലെ ഇഞ്ചിയുണ്ട്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ പച്ചമുളക് 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ മുളകാണ്, കുറച്ച് എരിവുള്ളത് കാരണം മുളക് കുറച്ചിട്ടുണ്ട്. നമുക്ക് എരിവ് അത്ര ഇഷ്ടമല്ല ഗൈസ്. അപ്പോൾ ഇതിനെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറുതായിട്ട് തന്നെ ക്രോസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. ഇത് എൻ്റെ മാത്രം റെസിപ്പിയാണ് കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് എവിടെയും കിട്ടും. ഇതേ രീതിയിൽ ക്രോസ് ആയിട്ട്, ചൈനീസ് കട്ടിങ് എന്നൊക്കെ പറയും, ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ 2 പേരാണ് കേട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. നമ്മൾ 2 പേരുണ്ട്, ഞാനും എൻ്റെ ബ്രദറും. പിന്നെ അവൻ്റെ മോനുണ്ട്, 2ാം ക്ലാസ് പഠിക്കുന്ന മോന്. അപ്പോൾ നമുക്ക് 3 പേർക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് 2 ദിവസം കഴിക്കണം. കാരണം നമുക്ക് സമയമില്ല. അതുകൊണ്ട് 2 ദിവസം കഴിക്കണം. ചുരുങ്ങിയത് 1.5 ദിവസമെങ്കിലും കഴിക്കണം. ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കുള്ളത് ഇഞ്ചിയാണ് ഗൈസ്. ഇഞ്ചി, ജിഞ്ചർ കാണുന്നില്ല. ഇതിന് നമുക്ക് ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് ചതക്കാം, അതല്ലെങ്കിൽ ചതക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് ചതക്കാം. എൻ്റെ അടുത്ത് ചതക്കുന്ന സാധനമുണ്ട്, പക്ഷെ ഞാനിപ്പോൾ മിക്സിയാണ് ഉപയോഗിക്കുന്നത്. ചതക്കുന്ന സാധനം ഇട്ട് കുത്തിയിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇഞ്ചി ഇടുന്നു. കട്ട് ചെയ്ത ഇഞ്ചി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതുപോലെ തന്നെ ഒരു ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ്. ഇതിൻ്റെ തൊലി കളഞ്ഞ് അതിനെയും ജാറിലേക്ക് ഇടണം. അപ്പോൾ ഗൈസ്, ഞാനിതിനെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശ അംഗം വെട്ടുകളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് സംഹാര താണ്ഡവമാണ് ഗൈസ്. അപ്പോൾ താണ്ഡവത്തിനാവശ്യമായ കളം നമ്മളിവിടെ ഒരുക്കുകയാണ്. ആദ്യമായി ചട്ടി അടുപ്പത്ത് വെച്ചു. കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒറ്റയ്ക്ക് വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗവിന് തീയിട്ടിട്ട് കത്തി സ്റ്റൗ തീ കൊടുത്തു. കുറച്ച് നേരം ഇങ്ങേരൊന്ന് ചൂടാക്കിയെടുക്കണം.
അങ്ങനെ ചൂടായി കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി പരിപാടികളുള്ളത്. അപ്പോൾ ഇനി നമുക്കിവിടെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഓയിലാണ് ഗൈസ്. തണുപ്പായത് കാരണം കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ചൂടാവുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കടുക് അങ്ങോട്ടിടാം. കടുക്, കന്നഡയിൽ ഇതിനെ സാസുവെ എന്ന് പറയും. സാസുവെ അത് കുറച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ അത് കുറച്ച് ഒരു നുള്ള് ഉലുവ അതിൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവണം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ നന്നായി ഇളക്കി വേവിക്കുക. നന്നായി വാട്ടിയെടുക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരിഞ്ഞതാണ്, ചതച്ചതല്ല, അത് ഇതിലേക്കിട്ട് അതും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേ രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയെ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം തീ വീണ്ടും കുറച്ച് വെച്ച് അതിനെ നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അഥവാ വാട്ടിയെടുക്കുക, വഴറ്റിയെടുക്കുക, എന്താണോ പറയുന്നത് അത് ചെയ്യുക. ഇപ്പം ഞാനിതിനെ മീഡിയം ഫ്ലെയിമിലാട്ടോ വേവിക്കുന്നത്. നന്നായിട്ട് തക്കാളിയൊക്കെ അങ്ങ് എന്താ പറയുക, വെന്തിട്ടങ്ങ് അലിഞ്ഞു പോകണം. ആ രീതിയിലേക്ക് അങ്ങ് ആക്കണം. മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്, അഥവാ മസാലകൾ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യമായി മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യമായതിടുക. ഞാനൊരു സ്പൂൺ മാത്രമാണ്, ചെറിയൊരു സ്പൂൺ മാത്രമാണ് മുളക് പൊടി ആഡ് ചെയ്യുന്നത്. അതിനുശേഷം മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ, വലിയ ഒരു സ്പൂണും ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി. ഇനി വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച് മതി. അത് ഓപ്ഷണലാണ് കേട്ടോ, നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ആയതുകൊണ്ടുള്ളതാണ്. അതിനുശേഷം ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഈ ചെറിയ ചൂടിൽ തന്നെ കുറച്ച് നേരം ഒന്ന് വേവിക്കുക. ഇതേ രീതിയിൽ ചെറിയ ചൂടിൽ കുറച്ച് നേരം ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതിൽ മീൻകറിയിലെ പ്രധാന ഐറ്റം ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അതിന് മുൻപ് അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളൊന്ന് ആഡ് ചെയ്യണം. അഥവാ ഈ സാധനം അതിലില്ല എങ്കിൽ പിന്നെ ഇതൊന്നിനും പറ്റില്ല, സാൾട്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇത് ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിടുന്നു. ഉപ്പിട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ടെക്സ്ചറാകെ മാറി. അപ്പോൾ ഉപ്പ് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെയാണ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ മീൻകറി ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? ഇനി സിമ്പിളാണ്, കഴിഞ്ഞു, ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് മറ്റൊരു പ്രധാനമായിട്ടുള്ള ഐറ്റംസ് ഇതിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. അത് ചേർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണം, സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് മറ്റേ പ്രധാന സാധനം ഇതാണ്, പുളി. ഞാൻ പുളി നല്ല ഞെവണ്ടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇല്ല, ഇപ്പോൾ ഇതൊരു കുഴമ്പ് രീതിയിലായത്. ഈ രീതിയിലാവണം. അതുവരെ തക്കാളിയും മറ്റുള്ള മസാലകളൊക്കെ നന്നായിട്ട് വേവിക്കണം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഈ പുളിയുടെ പാത്രം എന്തെന്ന് ചോദിക്കാം. അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നു. വെള്ളം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചുള്ളത് ചെയ്യാട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യമായ വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇതിൽ മറ്റൊരു പ്രധാന ഐറ്റംസാണ് കറിവേപ്പില. ഇതുകൂടി ഇട്ടെന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഇതിനുള്ള ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. അപ്പോൾ കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് ഏറ്റവും പ്രധാനമായ മീൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ മേടിച്ച് വന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ശേഷം ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഫസ്റ്റേ ഇളക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഇളക്കി കഴിഞ്ഞാൽ മീനെല്ലാം മുടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മീനെല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് മുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ബോധ്യമായതിന് ശേഷം ഒന്നുകൂടി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മുടെ ഈ അടപ്പെടുത്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് വേവിക്കുക. അത് മീഡിയം ഫ്ലെയിമിലായിരിക്കുന്നതാണ് ഉത്തമം. 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ മീൻ കറി റെഡിയായി ഗായ്സ്. അപ്പോൾ ഗായ്സ് മീൻ കറി ഇവിടെ റെഡിയാവുന്നുണ്ട്. 10 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് കഴുകി വെച്ച് കളയാം. പെണ്ണുങ്ങൾക്കൊക്കെ ഇത് വലിയ വലിയ സംഭവമാണ്. നമുക്കെന്ത് പുല്ല്, സിമ്പിൾ അല്ലേ. മീൻകറിയായി, പാത്രം കഴുകലുമായി. വലുതായിട്ടൊന്നും കഴുകാനുള്ള കാശ് ഇപ്പോൾ ഉപയോഗിച്ചതല്ലേ. അപ്പോൾ അങ്ങനെ ആദ്യം അവിടെ സെറ്റായി. ഇനി മീൻകറി ആയി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. വാവ്, മീൻ കറി റെഡി ഗൈസ്. കണ്ടില്ലേ? എൻ കണ്ണേ പെട്ടിടും പോലെ ഇருக்கு. അപ്പം മീൻ കറി റെഡിയാണ് ഗൈസ്. വാ, അടിപൊളി. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് മീൻ കറി ഉണ്ടാക്കാം എന്നുള്ളത് ഇവിടെ നിങ്ങൾ കണ്ടു. ഇനി നമുക്കിത് കൂട്ടി കഴിക്കണമെങ്കിൽ ചോറ് വേണ്ടേ? അപ്പോൾ ചോറ് നമുക്ക് ഉണ്ടാക്കാം. ജസ്റ്റ് അടച്ച് വെച്ചിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. മീൻ കറി റെഡി ഗൈസ്. അപ്പോൾ ഗൈസ് മീൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്കുള്ള ചോറുണ്ടാക്കണം. ചോറുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പച്ചരി, കൂടുതൽ പച്ചരിയാണ് ഉണ്ടാക്കാറുള്ളത്. പുഴുങ്ങലരി ഉണ്ടാക്കാറുണ്ട്. പച്ചരി കണ്ടില്ലേ, കാണുന്നുണ്ടോ അറിയില്ല. പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചരി എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ്സാണ്. അപ്പോൾ ഇത് വേവിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 1 ഗ്ലാസ് പച്ചരി എടുത്താൽ അതിൻ്റെ മൾട്ടിപ്പിൾ വെള്ളം ഒഴിക്കുക, അഥവാ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടങ്ങ് തിളപ്പിക്കുക. ആ വെള്ളം അരിയും ഒരേ പാകത്തിനാകുന്ന സമയത്ത്, വെള്ളവും ചോറും വെന്ത് വരുമ്പോൾ വെള്ളവും ചോറും ഒരേ പാകത്തിനാകുന്ന സമയത്ത് അതിൻ്റെ തീയൊന്ന് കുറച്ചിട്ട് വറ്റിച്ചെടുക്കുക. അത്ര തന്നെ, സിമ്പിളാണ്. കുക്കറിലാണ് വേവിക്കുന്നത് എങ്കിലും അതിൻ്റെ മൂടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നോർമൽ സാധാരണ ചെമ്പിൻ്റെ മൂടിയാണ്. കുക്കറിൻ്റെ മൂടി ഉപയോഗിച്ച് വേവിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറെല്ലാം കൂടി ഉണ്ടയായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ചോറിൻ്റെ രീതിയിലാവണമെങ്കിൽ ഇങ്ങനെ ഓപ്പണായിട്ട് വേവിക്കണം. തിളച്ച് വരുന്ന സമയത്ത് മൂടിയൊന്ന് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിളച്ച് മറിയുന്നത് പുറത്തേക്കാവാതിരിക്കാനും കഴിയും. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം ചോറും ആ വെള്ളവും ഒരേ പാകത്തിനാകുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറക്കുക. തീ ഒന്ന് കുറച്ച് ചോറ് വറ്റിച്ചെടുക്കുക. വറ്റിയൊന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചട്ടുകോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെള്ളം വറ്റിയെന്ന് തോന്നുന്ന സമയത്ത് അടിയിലേക്കൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ചെറിയൊരു പിടുത്തം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വെള്ളം വറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് ചോറും മീൻകറി കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു മീൻകറിയുടെ ഡിഷ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും കൂട്ടത്തോടെ താമസിക്കുന്നവർക്കുമൊക്കെ ഈ വീഡിയോ നന്നായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ, ഉണ്ടാക്കട്ടെ, രുചിക്കട്ടെ, തിന്നട്ടെ. അപ്പോൾ എന്തായാലും
പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരയ്ക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.